അപ്പോൾ നമുക്കെങ്ങനെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഒരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആർക്കും ഒരു യൂട്യൂബ് ചാനൽ വളരെ നിസ്സാരമായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ മൊബൈലിൽ തന്നെ ക്രോം ഓപ്പൺ ചെയ്ത് ചെയ്യാം. ക്രോമൊക്കെ ഓപ്പൺ ചെയ്ത് ചെയ്യുമ്പോൾ ഇതേ സ്റ്റെപ്പ് തന്നെയാണ്. അതുപോലെ മൊബൈലിൽ എങ്ങനെ ചെയ്യേണ്ടത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യം ഇത് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആദ്യം വേണ്ടത് എന്താ വെച്ചാൽ, ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ അതിന് പറ്റിയ നെയിം എന്ന് പറയുമ്പോൾ നമ്മൾക്കൊരു ഐഡന്റിറ്റി ആവണം, നമ്മുടെ ഒരു ഐഡന്റിറ്റി രൂപത്തിലാവണം, ഒരു ബ്രാൻഡിങ് ആയിരിക്കണം നെയിം. അപ്പം നിങ്ങൾ ഏത് വിഷയത്തിലാണോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന യൂട്യൂബ് ചാനൽ, അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കും ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന നെയിമുകൾ തിരഞ്ഞെടുക്കാം. ഇപ്പോൾ അതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ഇതിൻ്റെ നമുക്ക് ഈ ഒരു ഇന്റർഫേസിലായിരിക്കും നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്നത്. അതിൽ ഫസ്റ്റ് നിങ്ങൾ ഇവിടെ കോർണറിൽ ഈ ഒരു കോർണർ പോയി കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കിട്ടും. നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ ഇമെയിൽ ഐ ഡി, യൂട്യൂബ് അല്ല, ജസ്റ്റ് നിങ്ങൾ ജിമെയിൽ ഐ ഡി ഇവിടെ കൊണ്ടുവരും. കാരണം ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ജിമെയിൽ ഐ ഡി ആയിരിക്കും കാണിക്കുക. അപ്പോൾ ഓൾറെഡി നിങ്ങളുടെ പേരായിരിക്കും അവിടെ കാണിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ജിമെയിൽ അക്കൗണ്ടിൽ എന്ത് പേരാണോ അതായിരിക്കും ഇവിടെ കാണിക്കുക. അപ്പോൾ അതിൽ നമ്മൾ ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വിച്ച് അക്കൗണ്ട് എന്ന് പറയുന്ന ഭാഗത്താണ് പോകേണ്ടത്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണിക്കും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, വ്യൂ ഓൾ ചാനൽ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ പോകണം. വ്യൂ ഓൾ ചാനൽ എന്ന് പറയുന്ന ഭാഗത്താണ് നമ്മൾ പോകേണ്ടത്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ചാനലും അവിടെ കാണും. ഇപ്പോൾ അവൈലബിൾ ആയിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ഏതെങ്കിലും ചാനലുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ്. അതിൽ ഇവിടെ നമ്മൾ ആദ്യം ക്ലിക്ക് ചെയ്യേണ്ട ക്രിയേറ്റ് ചാനൽ എന്ന് പറയുന്ന ഒരു പാർട്ട് കാണും. അവിടെയാണ് നമ്മൾ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ നെയിം ആദ്യം സെലക്ട് ചെയ്യണം. എന്നിട്ട് ക്രിയേറ്റ് ചാനൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഫസ്റ്റ് വരുന്നത് നമ്മുടെ ചാനലിന്റെ നെയിം കൊടുക്കാനാണ്. അപ്പോൾ നിങ്ങളുടെ ചാനലിന് യുണീക്കായിട്ടുള്ള നിങ്ങളുടെ ചാനൽ, കാരണം നിങ്ങൾ ആ ഒരു ചാനൽ നെയിം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാനലിൽ ആ ഒരു പേരിൽ വേറെ ചാനലുകൾ ഉണ്ടോ എന്ന് നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യണം. അപ്പം ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് മൈൻഡ് മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ജസ്റ്റ് ഒരു ഡെമോ അക്കൗണ്ടാണ്. അപ്പോൾ അവിടെ കൊടുക്കാം. പിന്നെ ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഐ ആം ക്രിയേറ്റിംഗ് എ ന്യൂ ഗൂഗിൾ അക്കൗണ്ട് വിത്ത് ഓൺ സെറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ കൊടുക്കുക. അത് ടിക്ക് കൊടുക്കുക. അതിനുശേഷം ക്രിയേറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് വേരിഫിക്കേഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ വേരിഫിക്കേഷന് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കണം. ഫോൺ നമ്പർ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ടെക്സ്റ്റ് മെസ്സേജോ അല്ലെങ്കിൽ OTP ആയിട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് OTP ആയിട്ട് വരും, അല്ലെങ്കിൽ വോയിസ് കോൾ ആയിട്ട് OTP വരും. 164280 എന്ന് പറഞ്ഞ മൊബൈൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ടെക്സ്റ്റ് മെസ്സേജ് SMS കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു അക്കൗണ്ടിലേക്ക് നിങ്ങൾക്കൊരു വേരിഫിക്കേഷൻ കോഡ് വരും. ആ ഒരു ഏത് ഫോൺ നമ്പറാണ് നിങ്ങൾ കൊടുക്കുന്നത് ആ ഫോൺ നമ്പറിലേക്കായിരിക്കും അതിന്റെ വേരിഫിക്കേഷൻ കോഡ് വരും. ആ ഉടൻ തന്നെ നമ്മൾ അടിച്ചു കൊടുക്കുക. അവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചാനൽ ക്രിയേറ്റ് ആയി വരും. 7134 എന്ന കോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ ചാനൽ ദിസ് ഇസ് ചാനൽ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് വരും. കാരണം ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ട് നമുക്ക് അതിനകത്ത് പോയിട്ട് സെറ്റിംഗ് ചെയ്യണം. അവിടെ സെറ്റിംഗ്സ് യുവർ ചാനൽ എന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് വരും ഫസ്റ്റ് നിങ്ങൾക്ക് ഒരു എറർ വരും. കാരണം അത് ഫസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ വരുന്നതാണ്. അത് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമുക്ക് പിന്നീട് അത് അവിടെ ഈ ഒരു ഭാഗത്ത് പോയിട്ട് ഇവിടെ ഈ ഒരു കോർണറിൽ പോയിട്ട് നമുക്ക് യുവർ ചാനൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ചാനൽ കാണും. ഇനിയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കാം. നമുക്ക് കസ്റ്റമൈസ് ചാനൽ എന്ന് പറഞ്ഞ ഭാഗത്താണ് ആദ്യം പോകേണ്ടത്. കസ്റ്റമൈസ് ചാനൽ എന്ന് പറയുന്ന ഭാഗത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ കുറച്ച് കാര്യങ്ങൾ കാണാൻ പറ്റും. അതിൽ വെൽക്കം ടു യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടായിരിക്കും അവിടെ കാണിക്കാം. കണ്ടിന്യൂ കൊടുത്താൽ മതി. അപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾ ആദ്യം ചാനൽ സെറ്റപ്പ് ചെയ്യുക. അതിനുശേഷം ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്താൽ മതി. അതിൽ നമ്മൾ ആദ്യം പോകുന്നത് ബ്രാൻഡിങ് എന്ന് പറഞ്ഞ ഭാഗത്തേക്കാണ്. അപ്പോൾ ഇത് ലേഔട്ട് എന്ന് പറഞ്ഞ ഭാഗത്ത് നമുക്ക് ഇവിടെ ലേഔട്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം മാത്രമാണ് ലേഔട്ട് ചെയ്യേണ്ടത്. കാരണം ഇവിടെ ചാനൽ ട്രെയിലർ ഫോർ പീപ്പിൾ ഹു ഹാവിന്റ് സബ്സ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞാൽ
നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാൾ വരികയാണെങ്കിൽ അയാൾക്ക് എങ്ങനെയാണ് നമ്മുടെ ഇന്റർഫേസ് കാണേണ്ടത്? ഫസ്റ്റ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്ന വീഡിയോ ആദ്യം വെച്ചിട്ട് അതിന് ശേഷം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള സംഭവങ്ങളാണ് അവിടെ വരുന്നത്. അപ്പോൾ ആ ഒരു ഭാഗമാണോ, അല്ലെങ്കിൽ അതുപോലെ തന്നെ റിട്ടേണിംഗ് സബ്സ്ക്രൈബേഴ്സ്, ഫീച്ചേർഡ് വീഡിയോ ഫോർ റിട്ടേണിംഗ് സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ തിരിച്ച് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾ വീണ്ടും നമ്മുടെ ചാനലിലേക്ക് വരുമ്പോൾ എത്തരത്തിലുള്ള കണ്ടന്റുകളെ കാണേണ്ടത് എന്നുള്ളതാണ് രണ്ട് സെക്ഷന്. ഇനി അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോസ്, ഇവിടെ ഫീച്ചേർഡ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഷോർട്ട് വീഡിയോസ് ആദ്യം വരണോ, പിന്നീട് നമുക്ക് ലോങ് വീഡിയോസ് വരണോ, ആ രീതിയിലുള്ള കണ്ടന്റ് സെലക്ഷനെയാണ് അവിടെ കാണിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ആഡ് സെലക്ഷൻ വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ പോപ്പുലർ വീഡിയോസ് ആഡ് ചെയ്യാം, അത് ലൈവ് ഉണ്ടെങ്കിൽ അതുപോലെ നമുക്ക് വേറെ ചാനലുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്കിവിടെ നമ്മുടെ ഇന്റർഫേസിൽ ആഡ് ചെയ്യും. അതൊക്കെ വരുന്നത് ഫസ്റ്റ് നമ്മുടെ യുവർ ചാനൽ എന്ന് പറയുന്ന ഭാഗത്ത് ആണ് അതിന്റെ ബാക്കി എല്ലാ കാര്യങ്ങളൊക്കെ വരുന്നത്. യുവർ ചാനൽ എടുത്തിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് ഇന്റർഫേസിലായിരിക്കും നമ്മളവിടെ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മൾ കസ്റ്റമൈസ് ചാനലിൽ വരുന്ന ഈ ലേഔട്ട് സെറ്റ് ചെയ്യുമ്പോൾ വരുന്നത് ഈ ഒരു ഭാഗത്തായിരിക്കും. ഈ ഭാഗത്തായിരിക്കും ലേഔട്ട് സെറ്റ് ചെയ്താൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ മറ്റുള്ള ചാനലുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്കിവിടെ ആഡ് ചെയ്യാനും പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്ത ശേഷം പിന്നീട് സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ ജസ്റ്റ് അതൊന്ന് പറഞ്ഞു തന്നു എന്നുള്ളൂ. ഓക്കെ. ഇനി ബ്രാൻഡിങ് എന്ന് കാണാം. ഈ ബ്രാൻഡിങ്ങിലാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടത്. ബ്രാൻഡിങ് എന്താണ്? നമ്മൾ ഇതിൽ പോയിട്ട് യുവർ ചാനലിൽ പോയിട്ട് ശേഷം നമ്മൾ ആദ്യം ക്ലിക്ക് ചെയ്യേണ്ട കസ്റ്റമൈസ് ചാനൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ബ്രാൻഡിങ് എന്ന് കാണാം. ആ ബ്രാൻഡിങ്ങിൽ നമുക്ക് ആദ്യം നമ്മൾ പ്രൊഫൈൽ പിക്ചർ നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പോൾ പ്രൊഫൈൽ പിക്ചർ ഇവിടെ സെറ്റ് ചെയ്യുക, ചാനലിന്റെ പ്രൊഫൈൽ പിക്ചർ. അതുപോലെ ഇവിടെ ബാനർ ഇമേജ് ഉണ്ട്. പിന്നെ വീഡിയോന്റെ ഒരു വാട്ടർമാർക്ക് എന്ന രീതിയിൽ ഒരു ബ്രാൻഡിങ്ങിനുള്ള ഒരു ഇമേജും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ പ്രൊഫൈൽ പിക്ചർ നമ്മൾ ആദ്യം റെഡിയാക്കി വെക്കണം. അതിന്റെ പിക്സൽ 98x98 4 MB താഴെ ഉള്ള പിക്ചറുകളാണ് ആഡ് ചെയ്യാൻ പറ്റുക. അപ്പം നമുക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാം. ഞാൻ ഈ പ്രൊഫൈൽ പിക്ചറാണ് കൊടുക്കുന്നത്. അതിനുശേഷം ബാനർ ഇമേജ് ഉണ്ട്. ബാനർ ഇമേജും അതുപോലെ തന്നെ നമ്മൾ ബാനർ ഇമേജ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഭാഗത്ത് വരുന്നതാണ്. ഇവിടെ വരുന്ന ചാനൽ ആർട്ട് എന്ന് പറയും. ആ ഒരു ഭാഗത്ത് വരുന്നതാണ് ഈ ബാനർ ഇമേജ് എന്ന് പറയുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇതിൽ 3 വ്യൂവബിൾ ടിവിയിലാണെങ്കിൽ ഇത് മൊത്തമായിട്ട് കാണും. അതുപോലെ ഓൾ ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മൊബൈലിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു സെന്റർ ഭാഗം മാത്രമേ വരുള്ളൂ. വ്യൂവബിൾ ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞാൽ ഡെസ്ക്ടോപ്പിൽ മാത്രം ഈ ഒരു ഇത്രയും ഭാഗങ്ങൾ കാണിക്കും. ഡെസ്ക്ടോപ്പിലാണെങ്കിൽ ഇത്രയും ഭാഗം കാണിക്കും. നമുക്ക് മൊബൈലിലാണെങ്കിൽ ഈ ഒരു ഭാഗം കാണിക്കും, ഡെസ്ക്ടോപ്പിലാണെങ്കിൽ ടോട്ടൽ കാണിക്കും, ഇനി ടി വിയിലാണെങ്കിൽ മൊത്തം കാണിക്കും. അങ്ങനെയാണ് കാണിക്കുക. അപ്പോൾ ഇതാണ് സൈസ് ഇതിൻ്റെ വരുന്നത്. ഈ സൈസാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ സൈസ് അവിടെ കൊടുത്തിട്ടുണ്ട് 2042 × 1152 പിക്സൽ 6 MB അല്ലെങ്കിൽ അതിന് താഴെയാണ് വേണ്ടത്. ഇതിന് ശേഷം നമുക്ക് വീഡിയോ വാട്ടർമാർക്ക് ബ്രാൻഡിങ്ങിന് വേണ്ടി ഒരു PNG ഇമേജ് ആവും. ഞാൻ കൊടുക്കുന്നത് ലോഗോ തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെയിം വേറെ ഏതെങ്കിലും കൊടുത്താലും കുഴപ്പമില്ല, അത് നമുക്ക് കൊടുക്കാം. ഇനി പബ്ലിഷ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചാനൽ ലോഗോ മാറിയിട്ടുണ്ടാവും. അതുപോലെ നമ്മുടെ ബാനർ ഇമേജ് മാറിയിട്ടുണ്ടാവും. ഇവിടെ വ്യൂ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചാനലിലേക്ക് നമുക്ക് നോക്കാൻ പറ്റും എങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ അപ്ഡേറ്റ് ആയിട്ടില്ല, അപ്ഡേറ്റ് ആകാൻ കുറച്ച് ടൈം പിടിക്കുമായിരിക്കും. പക്ഷേ ഇവിടെ നമ്മുടെ ലോഗോ വന്നിട്ടുണ്ട്, മൈൻഡ് മാസ്റ്റർ ലോഗോ, അതുപോലെ ചാനലിന്റെ പേരും എല്ലാം വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ടുള്ള ബേസിക് ഇൻഫോ എന്ന് പറഞ്ഞ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. ബേസിക് ഇൻഫോ, ഇതിൽ നമ്മൾ ചാനൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നമ്മുടെ യൂട്യൂബ് നെയിം, ഈ നെയിം നമുക്ക് നോക്കാം. 14 ദിവസത്തിൽ 2 വട്ടം മാത്രമേ ഈ ഒരു പേര് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ഹാൻഡിൽ, നമ്മളെ ഹാൻഡിൽ എന്ന് പറയുന്നത് ആദ്യം നമുക്ക് യുണീക്ക് URL ആയിരുന്നു, കസ്റ്റം URL എന്ന് പറയും. അതിന് പകരം ഇപ്പോൾ ഹാൻഡിലാണ്. ഹാൻഡിലിന്റെ പ്രത്യേകത നമുക്ക് അറ്റിട്ടിട്ട് നമുക്ക് യൂട്യൂബിന്റെ ഏതെങ്കിലും ഡിസ്ക്രിപ്ഷനിലൊക്കെ അറ്റിട്ടിട്ട് നമ്മുടെ മൈൻഡ് മാസ്റ്റർ അല്ലെങ്കിൽ ഏത് ചാനൽ നെയിം അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമ്മുടെ ചാനലിലേക്ക് ഒരു ക്ലിക്കബിൾ ലിങ്ക് ആയിട്ട് മാറും. അതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ മൈൻഡ് മാസ്റ്റർ, ഇത് ഈ മൈൻഡ് മാസ്റ്റർ എന്ന് പറയുന്നത് ഇവിടെ റെഡ് കാണിക്കുന്നത് എന്തുകൊണ്ടാണ്?
ഇവിടെ ഹാൻഡിൽ വേറൊരാളത് യൂസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണത് അങ്ങനെ കാണിക്കുന്നത്. മൈൻഡ് മാസ്റ്റർ 7 എന്ന് പറഞ്ഞ ഒരു കോഡാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതും അവൈലബിൾ വേറെ ആൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ മൈൻഡ് മാസ്റ്റർ 777 എന്നൊരു കോഡ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് കൊടുക്കാം. അതുപോലെ തന്നെ ഇനി ഡിസ്ക്രിപ്ഷൻ, ഒരു ഡിസ്ക്രിപ്ഷൻ കാണാം. അത് നമ്മൾ ആ ചാനലിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉണ്ടായിരിക്കുക, അതുപോലെ ആ ചാനലിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ അതിൽ കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, കുറച്ച് ഡിസ്ക്രിപ്ഷൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ നമുക്ക് എങ്ങനെ നമുക്കൊരു വെബ്സൈറ്റിന്റെ സഹായത്തോടെ ഉണ്ടാക്കാം, അതുപോലെ അതൊക്കെ നമുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് വരും വീഡിയോകളിൽ നമ്മൾ പറയുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. അപ്പോൾ ഇത് 1000 വേർഡ്സ് മതി. അപ്പോൾ ജസ്റ്റ് കുറച്ച് വേർഡുകൾ ഒഴിവാക്കാം നമുക്ക്. ഓക്കെ, അതിനുശേഷം നമുക്ക് ചാനൽ URL, ഇതാണ് നമ്മൾ ചാനലിൻ്റെ URL. അപ്പോൾ ഇതൊക്കെ കോപ്പി ചെയ്താണ് നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക. ഇതൊക്കെ ആവശ്യം വരും. ഈ ഒരു ചാനൽ URL എവിടെയെങ്കിലും നിങ്ങൾ ഒന്ന് കോപ്പി ചെയ്ത് വെച്ചാൽ മതി. അതിനുശേഷം ലിങ്ക്, നിങ്ങൾക്ക് ഏതെങ്കിലും സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഉണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം എന്ന് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ URL കൊടുക്കാം. പിന്നെ നമുക്ക് വീണ്ടും 2 or 3 ആഡ് ചെയ്യാൻ പറ്റും. 5 URL വരെ നമുക്ക് ലിങ്ക് വരെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അങ്ങനെ ലിങ്ക് ആഡ് ചെയ്ത ശേഷം നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ക്ലിക്കബിൾ URL ആയിട്ട് മാറ്റാൻ പറ്റും. അതുകൊണ്ട് ഇതിൽ വരുന്ന ആളുകൾക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലേക്ക് അവർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നേരെ ഹാൻഡിലേക്ക് പോയിട്ട് നമ്മുടെ മറ്റുള്ള സോഷ്യൽ മീഡിയകൾ കാണാനും അവർക്ക് സാധിക്കുന്നതാണ്. അതുകൊണ്ട് അത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. അതുപോലെ ഈ കൊടുക്കുന്ന ഹാൻഡിലുകൾ എബൌട്ട് എന്ന് പറഞ്ഞ സെക്ഷനിലും നമുക്ക് കാണാൻ പറ്റും. എബൌട്ട് എന്ന സെക്ഷനിൽ പോയി കഴിഞ്ഞാലും അതിന്റെ താഴെയും നമുക്ക് എന്ത് കാണാൻ പറ്റും, ഇവിടെ ഈ ഒരു ക്ലിക്കബിൾ URL കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇവിടെ കോണ്ടാക്ട് ഇൻഫോ എന്ന് പറഞ്ഞ ഭാഗം കാണാം. കോണ്ടാക്ട് ഇൻഫോയിൽ എപ്പോഴും നമ്മൾ നമ്മുടെ ചാനലിന്റെ ഇപ്പോൾ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള ഇമെയിൽ ID അല്ലാതെ നമുക്ക് നമ്മുടെ പ്രൊമോഷന് വേണ്ടിയിട്ടൊക്കെ പല കമ്പനികളും നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ ഭാവിയിൽ വരും. അപ്പം അവർ നോക്കുന്നത് എബൌട്ട് സെക്ഷനിലായിരിക്കും നോക്കുന്നത്. എബൌട്ടിൽ നമ്മൾ ഇവിടെ ഇമെയിൽ ID കൊടുത്തു കഴിഞ്ഞാൽ എബൌട്ടിൽ അത് കാണിക്കും, ആ ഒരു ഇമെയിൽ ID അവിടെ കാണിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇമെയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എബൌട്ടിൽ അതിൽ അവർ കാര്യങ്ങളൊക്കെ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ചാനലിന്റെ ഒറിജിനൽ ഇമെയിൽ ID വൈറസ് അറ്റാക്കും മറ്റു കാര്യങ്ങളും ഹാക്കിംഗ് ഒക്കെ തടയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് ഇവിടെ കൊടുക്കുന്ന ഇമെയിൽ ID സെപ്പറേറ്റ് ഇമെയിൽ ID നിങ്ങൾ പുതുതായിട്ട് ഉണ്ടാക്കിയ ഇമെയിൽ ID കൊടുക്കാൻ ശ്രമിക്കുക. മറ്റേത് നിങ്ങൾ ഇപ്പോൾ ഉള്ള ഇമെയിൽ ID എന്ന് പറഞ്ഞാൽ ചാനലിന്റെ ഇമെയിൽ ID ആണ്. അതല്ല ഈ ഒരു ഭാഗത്ത് നിങ്ങൾ കൊടുക്കേണ്ടത്, കോണ്ടാക്ട് ഇൻഫോ എന്ന് പറഞ്ഞ ഭാഗത്ത് കൊടുക്കേണ്ടത്. യൂട്യൂബിന് കോണ്ടാക്ട് ചെയ്യാനല്ല എന്നാദ്യം മനസ്സിലാക്കുക. പുറത്ത് വല്ല പ്രൊമോഷനൊക്കെ വേണ്ടിയിട്ട് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കോണ്ടാക്ട് ഇൻഫോ എന്ന് പറഞ്ഞ ഇവിടുത്തെ ഇമെയിൽ ID പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഒരിക്കലും ചാനലിന്റെ ഇമെയിൽ ID കൊടുക്കരുത്. ഓക്കെ, ഇനി നമുക്ക് അത് പബ്ലിഷ് ചെയ്യാം. അപ്പോൾ നമ്മൾ നെയിം, ഹാൻഡിൽ, ഡിസ്ക്രിപ്ഷൻ ഒക്കെ കൊടുത്തു. അതിനുശേഷം നമുക്ക് വ്യൂ ചാനലിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഇതൊന്ന് നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോൾ നമ്മൾ ഇത് റിഫ്രഷ് ചെയ്തപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന്, ഇവിടെ ചാനൽ ആർട്ട് വന്ന്, അതുപോലെ നമ്മളെ ലോഗോ വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളും ഓട്ടോമാറ്റിക് ബോട്ടിൽ കൊടുത്ത കാര്യങ്ങളൊക്കെ പിന്നീട് ഒന്നുകൂടി കുറച്ച് സമയം കഴിച്ചതിന് ശേഷം വീണ്ടും വരുന്നതാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ പോകുന്നത് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഭാഗത്തേക്കാണ്. ഇപ്പൊ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊഫൈൽ പിക്ചർ അല്ലെങ്കിൽ നമ്മുടെ ലോഗോ കൊടുത്ത്, അതിനുശേഷം ബാനർ ഇമേജ് കൊടുത്ത്, വാട്ടർമാർക്കിന് വേണ്ടിയിട്ടുള്ള PNG ഫയലും അപ്ലോഡ് ചെയ്ത്, പിന്നെ നമ്മുടെ ചാനലിന്റെ നെയിമും എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വരുത്താനുള്ള സെക്ഷൻ പറഞ്ഞ്, പിന്നെ ഹാൻഡിൽ ഉണ്ടെങ്കിൽ അത് കൊടുക്കാനും പറഞ്ഞു, പിന്നെ ഡിസ്ക്രിപ്ഷനും അതുപോലെ തന്നെ ചാനൽ URL, പിന്നെ കോണ്ടാക്ട് ഇൻഫോയിൽ നമ്മൾ ഇപ്പോൾ പ്രധാനപ്പെട്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി നമ്മൾ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോവാണ്. സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഫസ്റ്റ് ആയിട്ട് എടുക്കുന്ന ആൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഹോം എന്ന് പറയുന്ന പേജ് ആയിരിക്കും. ഇതുപോലെ ആയിരിക്കും പേജ് വരിക. ഇതുപോലെ പേജ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ റൈറ്റ് കോർണറിൽ യുവർ ചാനൽ എന്ന് പറയുന്ന ഭാഗത്ത് പോകാം, അല്ലെങ്കിൽ ക്രിയേറ്റർ സ്റ്റുഡിയോ, യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഭാഗത്താണ് ഇനി നമ്മൾ അടുത്ത സെറ്റിംഗ്സ് ചെയ്യേണ്ടത്. ഇവിടെ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഭാഗമുണ്ട്. ആ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഭാഗത്ത് പോയി കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അവിടെ ചാനൽ എന്ന് പറയുന്ന ഭാഗത്ത് പോവാം. അവിടെ നമുക്ക് ഏത് കൺട്രിയിലാണോ നിങ്ങൾ ഇപ്പോൾ ഉള്ളത് ആ കൺട്രിയുടെ പേര് നമ്മൾ കൊടുക്കാം.
ഇന്ത്യ കൊടുത്ത് അതിനുശേഷം ചാനൽ കീവേഡ്. നമ്മുടെ ഈ ഒരു ചാനൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ട ചാനലാണ് എന്നുള്ളത് നമുക്ക് കോമ ഇട്ടുകൊണ്ട് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തരും. അവിടെ ഇത് മൈൻഡ് മാസ്റ്റർ എന്ന ചാനൽ നമുക്ക് ഈ ക്വിസും അതുപോലെ പുസിലൊക്കെ അത്തരത്തിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഉണ്ടാക്കിയ ചാനലാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇപ്പോൾ ഇത് കീവേഡുകൾ കൊടുത്തിട്ടുണ്ട്, കുറച്ച് കീവേഡുകളുണ്ട്. ആ കീവേഡുകൾ നമ്മൾ കോമ ഇട്ടുകൊണ്ട് ഇവിടെ കൊടുക്കുക. ആ കോമ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, ഇതിങ്ങനെ ഓരോരോ സെക്ഷനായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ ഇവിടെ ക്വിസസ് ഉണ്ട്, അതുപോലെ തന്നെ ബ്രെയിൻ ടീച്ചർ, മെയിൻ ഗെയിം, അങ്ങനെ നോളജ്, അങ്ങനത്തെ ആ അത്തരത്തിലുള്ള കീവേഡുകൾ നമുക്ക് 500 വേർഡ് വരെ ലെറ്റർ വരെ കൊടുക്കാൻ പറ്റും. 500 ലെറ്റേഴ്സ് കൊടുക്കാൻ പറ്റും. അപ്പോൾ 500 ലെറ്റേഴ്സ് വരെ നിങ്ങളെ പേരാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പേര്, വ്ളോഗ് അല്ലെങ്കിൽ ഒരു കിച്ചൺ ടിപ്സ് ആണെങ്കിൽ, അതല്ലെങ്കിൽ കുക്കിംഗ് ചാനലാണെങ്കിൽ കുക്കിങ്ങുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കീവേഡ് കൊടുക്കാൻ പറ്റും. കീവേഡിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പറയുന്നുണ്ട്. അപ്പോൾ അതും കൂടി ക്ലാസ് കൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കീവേഡുകൾ എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ ചാനലിൻ്റെ കീവേഡുകൾ ഇതാണ്. അതിനുശേഷം നമ്മൾ അഡ്വാൻസ് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഭാഗത്ത് പോവാണ്. ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട് ഇവിടെ ചോദിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ അത് ഈ ഒരു ചാനൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മെയ്ഡ് ഫോർ കിഡ്സ് എന്ന് പറഞ്ഞ വിഭാഗത്തിൽ പെടുന്ന ചാനലാണോ എന്നാണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചാനലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ യെസ് കൊടുക്കാം. എൻ്റെ ചാനൽ കുട്ടികൾക്ക് ഉള്ള ചാനലല്ല, അതുകൊണ്ട് ഞാൻ നോ കൊടുക്കണം. അല്ലെങ്കിൽ ഐ വാണ്ട് ടു റിവ്യൂ ദിസ് സെറ്റിംഗ് ഫോർ എവരി വീഡിയോ. നിങ്ങൾ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഈ സെറ്റിങ്സ് അവിടെ കാണിക്കണം എന്നാണ് ഇവിടെ കൊടുക്കണമെങ്കിൽ ഇവിടെ ഈ ഒരു ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇത് ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയ ആളുകൾ യൂസ് ചെയ്യുന്ന കണ്ടന്റുകളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് കുട്ടികൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന ചാനലാണ് കുട്ടികളുടെ ചാനൽ എന്ന് പറയുന്നത്. വലിയ ആളുകളായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്, പക്ഷെ കുട്ടികൾക്ക് വേണ്ടിയാണെങ്കിൽ അവിടെ യെസ് കൊടുക്കാം. കുട്ടികൾക്ക് വേണ്ടി അല്ല എന്നുണ്ടെങ്കിൽ നോ തന്നെ കൊടുക്കാം. ഓക്കെ. അതിനുശേഷം പിന്നീട് നിങ്ങൾക്ക് കാണാം ഗൂഗിൾ അക്കൗണ്ട് ലിങ്കിങ്, ആഡ്സ് അക്കൗണ്ട്. അത് നിങ്ങളിപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഗൂഗിൾ ആഡ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണിത്. പിന്നെ ഓട്ടോമാറ്റിക് ക്യാപ്ഷൻ, ഓട്ടോമാറ്റിക് നമ്മൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ ക്യാപ്ഷൻ ഇംഗ്ലീഷിൽ, ലാംഗ്വേജിൽ വേണ്ട ആ ഇംഗ്ലീഷിൽ വരണമെന്നുണ്ടെങ്കിൽ വരാം. ആ രീതിയിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാം. ഡോണ്ട് ഷോ പൊട്ടൻഷ്യലി ഇൻഅപ്രോപ്രിയേറ്റ് വേർഡ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അത് കാണിക്കണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാം. പിന്നെ അഡ്വർടൈസ്മെന്റ്, ഡിസേബിൾ ഇൻട്രസ്റ്റഡ് ബേസ്ഡ് ആഡ്സ് എന്ന് പറഞ്ഞാൽ അത് എനേബിൾ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോമൺ ആയിട്ടുള്ള ആഡ്സുകളാണ് വരിക. അപ്പോൾ ഡിസേബിൾ ആക്കി കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ വരുന്നത് നമ്മുടെ ഇൻട്രസ്റ്റിനനുസരിച്ചുള്ള ആഡ്സുകളായിരിക്കും അവിടെ പ്ലേ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാണ്, ഇതിൽ ടിക്ക് ചെയ്യാതിരിക്കുന്നതാണ് നമുക്കുള്ള ബെറ്റർ. പിന്നെ അലോ വ്യൂവേഴ്സ് ടു ക്ലിപ്പ് മൈ അക്കൗണ്ട്. അപ്പോൾ നമ്മുടെ ഒരു വ്യൂവർക്ക് നമ്മുടെ ചാനലിലെ വീഡിയോ ഇപ്പോൾ 10 മിനിറ്റിന്റെ വീഡിയോ ആണെങ്കിൽ അതിൽ ചെറിയ ക്ലിപ്പായിട്ട് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ എനേബിൾ ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ക്ലിപ്പ് അലോ ചെയ്യാനുള്ള ടിക്കറ്റ് കൊടുത്താൽ മതി. ഓക്കെ. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. അത് ചെയ്യുന്നതോടുകൂടി നമുക്ക് നമ്മുടെ കണ്ടന്റ് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് പോവായിരിക്കും. അപ്പോൾ ഇത് ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്, ഞാനത് ഒഴിവാക്കുന്നില്ല. ഓക്കെ. പിന്നെ ഫീച്ചർ എലിജിബിലിറ്റി എന്ന് പറഞ്ഞ ഭാഗമുണ്ട്. അവിടെ സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ് ഉണ്ട്. അവിടെ അപ്ലോഡ് വീഡിയോ ക്രിയേറ്റ് അത് എനേബിൾ ആണ്, ഓൾറെഡി എനേബിൾ ആണ്. അതിനുശേഷം ഇന്റർമീഡിയറ്റ് ഫീച്ചേഴ്സ് ഉണ്ട്. അത് നമ്മൾ കൊടുക്കേണ്ടത് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഫോൺ നമ്പർ വെരിഫൈ ചെയ്ത ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാം, 15 മിനിറ്റിന് മുകളിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും കസ്റ്റം തംബ്നെയിൽ അപ്ലോഡ് ചെയ്യാനും ലൈവ് സ്ട്രീമിംഗ് പോകാനും നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യണം. അപ്പം നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക, നമ്മൾ വെരിഫൈ മൊബൈൽ നമ്പർ എന്ന് കൊടുക്കുക. അത് കൊടുക്കുമ്പോൾ നമ്മൾ നേരത്തെ വന്ന പോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഇത് വരും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ടെക്സ്റ്റ് മീ വെരിഫിക്കേഷൻ കോഡ് കൊടുക്കാം. അവിടെ ഇന്ത്യ, പിന്നെ നമ്മൾ മൊബൈൽ നമ്പർ എത്രയാണോ അത് കൊടുക്കുക. ഗെറ്റ് കോഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു കോഡ് വരും, ഗൂഗിളിൻ്റെ കോഡ് വരും. അത് ഇവിടെ കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഫോൺ നമ്പർ വെരിഫൈഡ് ആയി എന്ന് നമുക്ക് കാണാം. അതിനുശേഷം നമ്മൾ ഇവിടെ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്കവിടെ ഫീച്ചർ എലിജിബിലിറ്റിയിൽ എനേബിൾഡ് എന്ന് കാണിക്കും. അതിനുശേഷം പിന്നെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സാണ്. അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സിൽ നമുക്കിവിടെ നമ്മളെ ഇത് വരുന്നത് നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ എനേബിൾ ആക്കാം. അത് 3 ടൈപ്പാണ്. വീഡിയോ വെരിഫിക്കേഷൻ ഉണ്ട്, വാലിഡ് ID കൊടുത്ത് വെരിഫിക്കേഷൻ, ചാനൽ ഹിസ്റ്ററി. അതിനുശേഷം നമ്മൾ കുറച്ച് വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് ഈ ഫീച്ചർ എനേബിളായി മാറുന്നതാണ്. അപ്പോൾ നമുക്ക് അതിനുശേഷം നമുക്ക് കണ്ടന്റ് ID ഇതിൽ വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ
മാത്രം നമ്മൾ ഈ ഒരു ആക്സസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്കൊരു 2 മാസം കഴിഞ്ഞ് ഓട്ടോമാറ്റിക് ഇത് വരും. അപ്പോൾ ഈ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നില്ല. അത് നമ്മൾ വീഡിയോ തുറന്ന് അപ്ലോഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായി വരുന്നതാണ്. പിന്നെ നമ്മൾ അപ്ലോഡ് ഡിഫോൾട്ട്സ് എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്യുകയാണ് ഞാൻ. അതിനുശേഷം ഒന്നുകൂടിയും സെറ്റിങ്സ് പോകുന്നു. അതിനുശേഷം അപ്ലോഡ് ഡിഫോൾട്ട്സ് എന്ന് പറഞ്ഞ ഭാഗത്ത് നിങ്ങൾക്ക് ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും സെയിം ടൈറ്റിലാണ് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ടൈറ്റിൽ കൊടുക്കാം. സെയിം ഡിസ്ക്രിപ്ഷൻ വരണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. വിസിബിലിറ്റി ഇപ്പോൾ പ്രൈവറ്റ് ആക്കി കൊടുക്കാം. പ്രൈവറ്റ് ആക്കി എല്ലാ വീഡിയോസും നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ പ്രൈവറ്റ് ആയിരിക്കും. അങ്ങനെ ആക്കുന്നതാണ് നല്ലത്. അതിനുശേഷം നമുക്ക് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് ടാഗ് ഇവിടെ കൊടുക്കാം. ടാഗ് ഞാൻ നേരത്തെ കൊടുത്ത ടാഗുകൾ തന്നെ ഇവിടെ കൊടുക്കുകയാണ്. ആ ടാഗ് നമുക്ക് എല്ലാ വീഡിയോസിനും ഈ ടാഗുകൾ വരണം എന്നുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അത് സേവ് ചെയ്യാം. അതിനുശേഷം വീണ്ടും സെറ്റിങ്സ് പോവാണ്. അതിനുശേഷം ഇവിടെ നമ്മൾ അഡ്വാൻസ് സെറ്റിങ്സ് ഉണ്ട്. അവിടെ പോയിട്ട് ഓട്ടോമാറ്റിക് ചാപ്റ്റേഴ്സ് നമുക്ക് അവൈലബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ വീഡിയോസും ഓരോ കണ്ടന്റ് ആയിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് ഗൂഗിൾ തന്നെ ചാപ്റ്റേഴ്സ് ആയിട്ട് കീ മൊമെന്റ് ആയിട്ട് കൊടുക്കും. അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ അലോ കൊടുക്കാം. പിന്നെ നമുക്ക് വീഡിയോ ലാംഗ്വേജ് അങ്ങനത്തെ കാര്യങ്ങൾ കൊടുക്കാം. പിന്നെ ഇവിടെ കമന്റിന്റെ സെക്ഷൻ വരുന്നത്. കമന്റിൽ ഇവിടെ അലോ ഓൾ കമന്റ് വന്നത് എല്ലാ കമന്റ് വന്നു കഴിഞ്ഞാലും എല്ലാ കമന്റും ഓട്ടോമാറ്റിക് എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ അവിടെ അപ്പിയർ ആവും. ഇവിടെ ഹോൾഡ് പൊട്ടൻഷ്യലി ഇൻഅപ്രോപ്രിയേറ്റ് കമന്റ് ഫോർ റിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും കമന്റുകൾ ആവർത്തിച്ച് വരികയോ അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾക്ക് മോശമായിട്ടുള്ള വേർഡ്സുകളൊക്കെ വരികയാണെങ്കിൽ ഇവിടെ ഹോൾഡ് ചെയ്തിട്ട് അത് നമ്മൾ സ്പാം എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ട്, അവിടെ പോയിട്ട് എനേബിൾ ആക്കിയാൽ മാത്രമേ മറ്റുള്ളവർക്ക് കാണാൻ പറ്റുള്ളൂ. ഇനി ഹോൾഡ് ഓൾ കമന്റ് ഫോർ റിവ്യൂ പറഞ്ഞാൽ എല്ലാ കമന്റും സ്പാമിലേക്കാണ് വരിക. അതിനുശേഷം നമ്മൾ അപ്രൂവ് ചെയ്താൽ മാത്രമായിരിക്കും വ്യൂവേഴ്സിന് കാണാൻ പറ്റുക. പിന്നെ ഡിസേബിൾ കമന്റ് പറഞ്ഞാൽ നമ്മൾ ഡിസേബിൾ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾക്കും കമന്റ് എഴുതാനും കഴിയില്ല. അപ്പോൾ ജസ്റ്റ് എഴുതി വെക്കാം. അതുപോലെ തന്നെ പെർമിഷൻസ് നമുക്ക് ബ്രാൻഡ് അക്കൗണ്ട് വേറെ ആൾക്ക് നമ്മളിപ്പോൾ ഒരു സ്ഥാപനം നടത്തുന്ന ആളാണെങ്കിൽ വേറൊരാൾക്ക് നമ്മുടെ ഈ ഒരു യൂട്യൂബ് അക്കൗണ്ട് അവർക്കും കൂടി മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ പെർമിഷൻസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ കമ്മ്യൂണിറ്റിയാണ്. നമുക്ക് ഒരു മോഡറേറ്റർ നമ്മുടെ കമന്റൊക്കെ ടൈപ്പ് ചെയ്യാൻ നമ്മൾ കമന്റുകൾ മോഡറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കമന്റിൽ ആരെങ്കിലും ബ്ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് ബ്ലോക്ക് ചെയ്യാം. പിന്നെ ബ്ലോക്ക് വേർഡ്സ് ഏതെങ്കിലും വേർഡ്സുകൾ നമുക്ക് ഇപ്പോൾ പല എന്താ പറയുക മോശമായിട്ടുള്ള വേർഡ്സുകളൊക്കെ തുടർച്ചയായി നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഉദാഹരണത്തിന് പട്ടി എന്ന് ഒരാൾ നമ്മൾ വിളിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് കമന്റ് ആവശ്യമില്ലാതെ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ അവർ പട്ടിയെന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വേർഡ് ഏത് കമന്റിലുണ്ടോ ആ കമന്റ് പിന്നെ നമുക്ക് അവിടെ പിന്നീട് സ്പാമിൽ പോയിട്ട് അവിടുന്ന് അപ്രൂവ് ചെയ്താൽ മാത്രമായിരിക്കും വരിക. പിന്നെ ബ്ലോക്ക് ലിങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കമന്റിൽ ആരെങ്കിലും ലിങ്കുകൾ ഇട്ട് കഴിഞ്ഞാൽ അത് സ്പാം ആയിട്ട് മാറാൻ വേണ്ടിയിട്ടാണ്, സ്പാം ആയിട്ട് നമ്മൾ സ്പാം ഫോൾഡറിൽ വരാൻ വേണ്ടിയിട്ടാണ് അവിടെ അപ്പിയർ ചെയ്യാതെ ഇവിടെ സ്പാം ഫോൾഡറിൽ വെക്കാൻ വേണ്ടി ഇവിടെ ബ്ലോക്ക് ലിങ്ക്സ് കൊടുക്കാം. പിന്നെ ഡിഫോൾട്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. നമുക്ക് അലോ കമന്റ് അതുപോലെ തന്നെ അലോ ഓൾ കമന്റ് കൊടുത്തു കഴിഞ്ഞാൽ മൊത്തമുള്ള കമന്റും അപ്പിയർ ആവും അവിടെ. ഇനി സേവ് കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സെറ്റിങ്സ് ചെയ്തത്. അതുപോലെ ഈ സെറ്റിങ്സ് എല്ലാം നിങ്ങളുടെ ചാനലിൽ നിർബന്ധമായിട്ട് ഇപ്പോൾ ചാനലിലുള്ള ആളുകൾ എന്ത് ചെയ്യുക, ഇത്രയും സെറ്റിങ്സുകൾ നിങ്ങൾ ചാനലിൽ ചെയ്തിട്ടില്ലേ എന്ന് നോക്കുക. ചെയ്യാത്ത ഫസ്റ്റ് തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾ ഓരോ സ്റ്റെപ്പും കണ്ടതിന് ശേഷം വീണ്ടും എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് പോലെ അതുപോലെ ചെയ്ത ശേഷം ഈ ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ വരും വീഡിയോകളിലൂടെ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.